നമസ്കാരം, ഞാൻ റൻസോയ്. എന്നോടൊപ്പം മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിലെ ചേർപ്പങ്കൽ BBM ഹോളി ക്രോസ് കോളേജിൻ്റെ പ്രൊഫസർ സുനിൽ KS. സ്വാഗതം. നമുക്കറിയാം, ചേർപ്പങ്കൽ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ പല കുട്ടികളും പറയാറുണ്ട്, എന്തുകൊണ്ട് BBM? പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മീനച്ചിലാറിൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോളേജിൻ്റെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ അവലോകനം ചെയ്യപ്പെടുന്നത്. ഇന്നിൻ്റെ കാലത്ത് മീഡിയയുടെ പ്രസക്തി എന്തെന്ന് കുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികളെ അതിന് പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മിക്ക കലാലയങ്ങളിലും ഇപ്പോൾ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പലവിധ കോഴ്സുകളുണ്ട്. നമുക്കറിയാം, വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോഴ്സുണ്ട്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഉണ്ട്, ഫിലിം എഡിറ്റിംഗ് ഉണ്ട്, മറ്റ് അനവധി കോഴ്സുകളുണ്ട്. സാറ് എങ്ങനെ നമ്മുടെ കോളേജിലെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, എങ്ങനെ വിലയിരുത്തുന്നു? നമ്മുടെ ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് 2014 വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സിലൂടെയാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോഴ്സ് ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം പിന്നീട് മൾട്ടിമീഡിയ, പിന്നീട് കഴിഞ്ഞ വർഷം നമ്മൾ BA ആനിമേഷൻ ആൻഡ് VFX എന്ന് പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇതിൻ്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ വളരെ പരിമിതമായിട്ടുള്ള അറിവേ പലർക്കും ഉണ്ടായിരുന്നുള്ളൂ. പലരും ഈ കോഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുന്നു, സ്റ്റുഡിയോ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് അതിന് ശേഷമാണ് സിനിമാ മേഖലയെ പറ്റി കൂടുതലായിട്ടും അറിയുന്നതും കുട്ടികളൊക്കെ ഇതിലേക്ക് പിന്നീട് വരുന്നതും. നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച പല കുട്ടികളും ഇപ്പം ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുറത്ത് മറ്റ് ജോലികളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, എഡിറ്റിംഗ് ഫീൽഡിലും അല്ല ഡയറക്ഷനിലേക്കൊക്കെ കടന്നിട്ടുള്ള കുട്ടികളൊക്കെ നമുക്ക് ഇവിടെ പഠിച്ചു വിട്ടു. ധാരാളം പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, പിള്ളേർ കൂടുതൽ ഇതിനെ തിരിച്ചറിഞ്ഞോ? അതായത് ഇതിൻ്റെ സാധ്യതയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയോ? കാരണമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഴയ കാലഘട്ടമല്ല, ഇപ്പോൾ ടെക്നോളജി ഉണർന്നു കഴിഞ്ഞു. അപ്പോൾ പിള്ളേരെ മീഡിയയുടെ സാധ്യതയെ കൂടുതലായി തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? അതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ കലാലയത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതാണ്? മീഡിയയിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാനായിട്ട് പലതരം ഇപ്പോൾ കഴിഞ്ഞ വർഷം ആനിമേഷൻ VFX മാത്രമാണ് നമുക്ക് ഇന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള കോഴ്സ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എല്ലാ മീഡിയ വിഭാഗത്തിലെ എല്ലാ ഏരിയയും നമ്മൾ ബേസിക്സ് കാര്യങ്ങളെല്ലാം കടന്നാണ് പോകുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ അവർക്ക് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫോട്ടോഗ്രാഫി, പിന്നീട് ഡ്രോയിങ്, പിന്നീട് അതിന് ശേഷം സിനിമാറ്റോഗ്രാഫി വരുന്നുണ്ട്, എഡിറ്റിംഗ് വരുന്നുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വരുന്നുണ്ട്, ഡയറക്ഷൻ വരുന്നു. അതിന് ശേഷം ആനിമേഷൻ തന്നെ വിവിധ തരത്തിലുള്ള ആനിമേഷൻ, 2D 3D, ഗ്രാഫിക് ഡിസൈനിങ്, പിന്നീട് അതിന് ശേഷം അവസാനം വരുന്ന സെമസ്റ്ററിൽ പ്രൊജക്റ്റ് വർക്കുകൾ. അങ്ങനെ അപ്പോൾ ഒരു മീഡിയ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ജേർണലിസം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേപ്പറുകൾ വരുന്നുണ്ട്. അപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ കോഴ്സുകൾ കൂടുതലായിട്ടും എല്ലാ നമ്മുടെ മീഡിയയുടെ ഒരുവിധം എല്ലാ വരുന്ന ഏരിയകളെയും ടച്ച് ചെയ്ത് പോകുന്ന ഒരു ഇതാണ്. ഇതിന് ശേഷം ഇവർക്ക് ഏതിലേക്കാണോ താല്പര്യം എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഈ കോളേജിൽ ഞാൻ കയറിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനിവിടെ ഡോക്യുമെൻ്ററി ചെയ്തതാണ്, മറ്റു പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ 2003 മരിയൻ കോളേജിൽ നിന്ന് ഡിഗ്രി പഠിച്ച് പാസ്സായ ആളാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലാനിടയായപ്പോൾ എനിക്ക് അവിടുത്തെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോയി. കാരണം 25 വർഷങ്ങൾക്ക് ശേഷം ആ കലാലയത്തെത്തിയപ്പോൾ ആ മീഡിയയുടെ വളർച്ച വളരെ വലുതായിരിക്കുന്നു. നമുക്കും ഒത്തിരിയേറെ ഒരു സാങ്കേതിക വിദ്യയുണ്ട്, സൗകര്യങ്ങളുണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, ശരിയല്ലേ? നമ്മുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് നിങ്ങൾക്കിവിടെ ഒരു മീഡിയയുടെ ടീം തന്നെ ഉണ്ടല്ലോ. ആ ടീം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലോ, ആ ടീം ഒത്തൊരുമിച്ച് നേതൃത്വം നൽകിയാലോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ, നമ്മുടെ സ്വന്തം കോളേജിനെ, നമ്മുടെ നാട്ടിലെ കോളേജിനെ കൂടുതൽ ബലപ്പെടുത്താനായിട്ട് കഴിയൂ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനുകളും ഐഡിയാസുകളും ഉണ്ടോ? പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ താല്പര്യമുള്ള ആൾക്കാർ ഇതിലേക്ക് വരണം എന്നുള്ളതാണ് മെയിൻ കാര്യം. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആവുന്ന പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആഫ്റ്റർ കൊറോണ അതിന് ശേഷം വന്ന ഒരു ബാച്ച് കുട്ടികൾ കുറച്ചൊരു വർക്ക് കാര്യങ്ങൾ അതിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിൽ കുറച്ചൊക്കെ ഒരു മുന്നേ വേണ്ടുന്ന ബാച്ചിനെ കഴിഞ്ഞും കുറച്ചുകൂടെ ഒരു ഡിലേ, അതിൻ്റെ ഇടയ്ക്കത്തെ 2-3 വർഷം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പം കുറേ എല്ലാം മാറി മറിഞ്ഞ് വരുന്ന സ്റ്റുഡൻസൊക്കെ അത്യാവശ്യം നമുക്ക് താല്പര്യമുള്ള കുട്ടികൾ, ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കുട്ടികൾ വരുന്നുണ്ട്. പുതിയ അധ്യയന വർഷം തുടങ്ങിയിരിക്കുന്നു. മീഡിയയുടെ സാധ്യതകളെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പലരും, നമുക്കറിയാം, പഴയ പോലെയല്ല, കാലം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളുമൊക്കെ
കണ്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ മീഡിയയുടെ സാധ്യതകൾ ഒരു കൊച്ച് ജനിച്ച് വീഴുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ അവന് സംസാരിക്കാനാവുന്നത് തൊട്ട് ഈ സാങ്കേതിക വിദ്യ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മീഡിയയുടെ സാധ്യതകൾ അവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാലഘട്ടത്തിലെ അപേക്ഷിച്ച് പുതിയ കാലഘട്ടത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മീഡിയയുടെ ഒരു സാധ്യത വളരെ വലുതാണ് ഇന്നിൻ്റെ സാഹചര്യത്തിൽ. നമുക്കറിയാം, ഗൂഗിളിൽ അന്നൊക്കെ പഴയ കാലമല്ല, നമ്മൾ പിടിച്ച കാലമല്ല, ഞാനും സാറും പിടിച്ച കാലമല്ല. ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ അന്നേരം അത് അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊള്ളും. അപ്പോൾ ഈ മീഡിയയുടെ സാധ്യത കൂടുതലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ ആകർഷിക്കുവാനുള്ള മീഡിയ ഫീൽഡിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മുടെ കോളേജ് ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ വർഷം തന്നെയാണെങ്കിൽ പോലും മീഡിയ എന്ന് കഴിഞ്ഞ വർഷം നമുക്ക് കാര്യമായിട്ട് പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ഈ വർഷം കുറേയധികം പരസ്യങ്ങൾ, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ അവലംബിക്കുന്നത് എന്ന്. ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പം ഇൻസ്റ്റാഗ്രാം അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആണ് കൂടുതലായിട്ടും അവരുടെ ഒരു എന്താ പറയുക കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ അതുപോലെ ഫേസ്ബുക്കിൻ്റെ പേജുണ്ട് നമ്മുടെ കോളേജിൻ്റെ തന്നെ. അതിൽ രാമപുരത്ത് പോലുമില്ല 2 തിയേറ്ററുകൾ ഇവിടെ ഉണ്ട് അല്ലേ? ഉണ്ട്. തിയേറ്ററുകൾ 2 ഉണ്ട്. ഒരു വലിയ തിയേറ്ററും ഉണ്ട്, ഒരു മിനി തിയേറ്ററും നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റുഡിയോ ഫ്ലോർ, 2D ആനിമേഷൻ ലാബ്, അങ്ങനെ പല പല ഫെസിലിറ്റീസുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം വെച്ച് ഈ പ്രാവശ്യം കുറച്ചധികം റീൽസുകളൊക്കെ ചെയ്യുകയുണ്ടായി. ഒരുപാട് ചെയ്യാനായിട്ട് ഇടയ്ക്ക് പറ്റിയില്ല. കുറച്ച് പരീക്ഷ അതിൻ്റെയൊക്കെ തിരക്ക് വെക്കേഷൻ ടൈമിൽ കൂടുതലായിട്ട് കയറി വന്നതാണ്. ഇപ്പോഴത്തെ പുതിയ സിലബസിൻ്റെ പരീക്ഷകളെല്ലാം ആ ഒരു ടൈമിൽ ഇപ്പം വന്നതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഡോക്യുമെൻ്ററി കൂടാതെ ഈ കലാലയത്തിന് മറ്റൊരു വാർത്ത കൂടി ഞാൻ ജോലി ചെയ്യുന്ന ചാനലിൽ റിപ്പോർട്ട് ചെയ്തതാണ് വാർത്താമലയാളം ന്യൂസ്. നമുക്കറിയാം, ഏത് ശാസ്ത്രീയ കോളേജ് എടുത്താലും ജർമ്മൻ പരിശീലനം നൽകുന്ന ഏക ശാസ്ത്രീയ കോളേജ് ചേർപ്പുങ്കൽ മാത്രമാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ മറ്റൊരു സംവിധാനം കൂടിയുണ്ട്, ബി ഹബ്. നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ BCA അതുപോലെ തന്നെ മറ്റ് IT കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളം ദൂരസ്ഥലങ്ങളിൽ, അതായത് ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ പോയി ട്രെയിനിങ് പഠിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പങ്കൽ കോളേജ് അവതരിപ്പിച്ച ആ നൂതന ശൈലി, ഇതിൻ്റെയെല്ലാം പിന്നിൽ ഒരു ആസൂത്രകനുണ്ട്. അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛൻ്റെ ഒരു നിശ്ചയദാർഢ്യവും നിഷ്ഠുരമായ സേവന തൽപരതയോടെയും കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്, കൃത്യനിഷ്ഠമായുള്ള പ്രവർത്തനങ്ങൾ. എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വാർത്ത എടുക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു 8:45 കോളേജിൽ വന്നു കഴിഞ്ഞാൽ 5:30 വരെയാണ് ഇവിടെ ഉണ്ടാകും, അത് കഴിഞ്ഞാണ് പോകുന്നത്. അച്ഛൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ്, ആ ഡെഡിക്കേഷൻ, അതൊക്കെയാണ് നിങ്ങളുടെ കോളേജിന് നേട്ടമുണ്ടാക്കുന്നത്. ശരിക്കും 5:30 വരെയല്ല, അത് കൂടുതൽ സമയം അച്ഛൻ ഇവിടെ ഉണ്ടാവും. ഇപ്പം സാറ് പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോൾ ബി ഹബിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം നമുക്ക് പലർക്കും ഇപ്പോൾ പറഞ്ഞ പോലെ പല കോഴ്സുകളും ചിലപ്പോൾ വന്ന് ഇഷ്ടപ്പെടാതെ, ചിലപ്പം സോഷ്യൽ വർക്ക് വരുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ മീഡിയയുടെ കോഴ്സ് പഠിക്കേണ്ടി വരും, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ മീഡിയ വരുന്ന ഒരു കുട്ടിക്ക് കൊമേഴ്സ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനായിട്ടും പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് നമ്മുടെ കോളേജിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഉച്ച വരെയുള്ള ക്ലാസ് ടൈം, ഉച്ച കഴിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള ഇത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിലബസിൻ്റെ ഉള്ള പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ഓൺ കോഴ്സുകൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തുടങ്ങി കഴിഞ്ഞ വർഷം കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ വർഷം പുതിയ കോഴ്സുകളൊക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. മീഡിയയുടെ സാധ്യതകൾ സാറ് ഓൾറെഡി എന്നോട് പറഞ്ഞു കഴിഞ്ഞു. മറ്റെന്തെങ്കിലും ഈ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട്. നമുക്കറിയാം, പാല, ചേർപ്പുങ്കൽ, രാമപുരം, അങ്ങനെ കുട്ടിക്കാനം, അങ്ങനെയൊക്കെ ഒത്തിരി കോളേജുകളുണ്ട്. കോളേജുകൾ എണ്ണം തന്നെ എടുത്തു കഴിഞ്ഞാൽ അക്ഷരനഗരയിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് തൊട്ട് അവിടെ നിങ്ങോട്ട് ധാരാളം കോളേജുകളും ശാസ്ത്രീയ കോളേജുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ധാരാളം പ്രേക്ഷകരുണ്ടാകും. അവരോട് നമ്മുടെ നാട്ടിലെ കോളേജിൻ്റെ സാധ്യതകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ കോളേജ് നമുക്കിവിടെ ഈ പറഞ്ഞ പോലെ ബി ഹബ്, കുട്ടികൾക്ക് ക്ലാസ് ഉച്ചവരെ ക്ലാസ്സും, ഉച്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാവിലെയുള്ള കോഴ്സുകളെ ഫൗണ്ടേഷൻ കോഴ്സും, ഉച്ച കഴിഞ്ഞുള്ള അവരുടെ ആ ഒരു സമയത്തിന് അവരുടെ ഫ്യൂച്ചറിനെ കണ്ടെത്താനായിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആഡ് ഓൺ കോഴ്സുകളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിവിടെ ബി ഹബ്, ഇവർക്ക് പഠിക്കാൻ പറ്റാതെ നമുക്ക് കോഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ ഡിഗ്രി മാത്രം എന്നുള്ളത് കൂടാതെ അഡീഷണൽ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ജോലി സാധ്യതകളുള്ള പുതിയ സംരംഭകരെയൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന പുതിയ ഏറ്റവും പുതിയ ടെക്നോളജി ഉള്ള AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ഒരു പരിധിവരെ കുറേയെല്ലാം സക്സസ് ആയിപ്പോയി. ഈ വർഷം അതിൻ്റെ ബാക്കിയായിട്ട് മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ടും പറയാനുള്ളത്. മറ്റു കോളേജിലെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ കുട്ടികൾക്ക് ജോലി ചെയ്യാനായിട്ടും ഏൺ ചെയ്യാനായിട്ടും
ഡിഗ്രി പഠിക്കുന്ന കൂടെ തന്നെ മറ്റ് കോഴ്സുകൾ, മറ്റ് പല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സാധ്യതകൾ നമ്മുടെ കോളേജിലുണ്ട്. സാർ പറഞ്ഞു തരുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ. കലാലയങ്ങളിലൂടെ എന്ന പരിപാടി തുടരുക. ഇന്ന് ഞാനുള്ളത് ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ്, നമ്മുടെ നാട്ടിലെ കോളേജ്. ആ കോളേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നോടൊപ്പം ചേർന്ന് പ്രതികരിച്ചത് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ കൂടിയായ സുനിൽ KS സാറാണ്. അദ്ദേഹം പങ്കുവച്ചത് എങ്ങനെയാണ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കടന്നു വരുന്ന കുട്ടികൾക്ക് തൊഴിൽ സാധ്യത, അതുകൂടാതെ തന്നെ ഈ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളർച്ച, എങ്ങനെ കൂടുതൽ ആശയങ്ങൾ, കൂടുതൽ കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാം, എങ്ങനെ അവർക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും അഥവാ കഴിയും എന്നൊക്കെയാണ് സാറ് എന്നോടൊപ്പം ചേർന്ന് പ്രതികരിച്ചത്. സാറിൻ്റെ പ്രതികരണത്തിന് ഹൃദയംഗമായ നന്ദി. ഒപ്പം ഒരു മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എനിക്കറിയാം, വർഷങ്ങളായിട്ട് പത്രപ്രവർത്തനം നടത്തിയിട്ട് 8 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ റിപ്പോർട്ടിംഗ് അല്ല എങ്കിലും നമുക്കറിയാം ഒത്തിരിയേറെ ചലഞ്ചസ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഒത്തിരിയേറെ ക്രിറ്റിസിസം നമ്മളെ വിമർശിക്കുന്നവരുണ്ടാകും. ഒത്തിരിയേറെ ചലഞ്ചുകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടായാലോ ഒരു മീഡിയ പേഴ്സണെ പിടിച്ചു നിൽക്കുവാനും മുന്നോട്ട് പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ അടിവരയിട്ട് എനിക്ക് പറയാൻ സാധിക്കും. ഒരു സംശയവുമില്ല. സാറിന് എല്ലാവിധ ഭാവങ്ങളും നന്ദി. താങ്ക് യു.